അതെ, അപ്പൊ നമുക്ക് സ്റ്റാർ ഇടാട്ടോ. അപ്പൊ ക്രിസ്മസ് ഒക്കെ വരികയല്ലേ, അപ്പൊ കുറച്ച് ദിവസം നേരത്തെ നമുക്ക് സ്റ്റാർ എല്ലാം ഇടാന്ന് കരുതി. കാരണം വേറെ നല്ല അക്കമുള്ളതല്ലേ. പിന്നെ മാല ബൾബ് ഇവിടെ മസ്റ്റാണ് കേട്ടോ. തൃശ്ശൂർ എന്തൊരു പരിപാടി നടന്നാലും നിങ്ങൾക്ക് അറിയാലോ, മാല ബൾബാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത്. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ സ്റ്റാർ ഇട്ടു, പുൽക്കൂട് ഉണ്ടാക്കി, ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചായിരുന്നു കേട്ടോ. ചേച്ചി അവിടുന്ന് പുൽക്കൂടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, റെഡിമെയ്ഡ് പുൽക്കൂടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഇപ്രാവശ്യം ഇനി പുൽക്കൂടൊക്കെ ഓൺ ദി വേ ആ, ചേച്ചിയും പിള്ളേരും വരുമ്പോഴേ അത് വരത്തുള്ളൂ. അപ്പൊ അതിന് മുന്നേ നമ്മൾ സ്റ്റാർ ഇടാന്ന് കരുതി. അപ്പൊ അതിന് വേണ്ടിയിട്ട് മോളിൽ കയറി സ്റ്റാറും മാല ബൾബ് എല്ലാം കണ്ടുപിടിച്ച് അതൊക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ കുത്തി നോക്കാനോ അതിനൊക്കെ വേണ്ടിയിട്ട് എല്ലാ പ്രാവശ്യം അച്ഛനാട്ടോ, അച്ഛൻ വന്നിട്ട് രാത്രിയിലാട്ടോ ഞങ്ങൾ ചെയ്യുന്നത്. പക്ഷെ ഇപ്രാവശ്യം അപ്പു വീട്ടിലുള്ളത് കാരണം അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാന്ന് കരുതി. വെറുതെ അച്ഛൻ പണിയെടുത്ത് വന്ന് ക്ഷീണിച്ചിരിക്കുമ്പോ അച്ഛനോട് ഇനി ഇതും പറയണ്ടല്ലോ. പിന്നെ ഇപ്പൊ ഞങ്ങൾക്കും ഹെൽപ്പ് ചെയ്യാം. അപ്പൊ പകല് തന്നെ ഇട്ട് വെക്കാന്ന് കരുതി. അപ്പൊ അങ്ങനെ ദാണ്ട് അതിന്റെ പണിക്കാഴ്ചകളിലേക്ക് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പു അതിന്റെ ഇടയിൽ കൂടെ വിരകി നടക്കുന്നുണ്ട്. അപ്പുനാണെങ്കിൽ ആദ്യം അമ്മ പറഞ്ഞപ്പോ അപ്പു പറഞ്ഞു, ഞാൻ ഇതുവരെ സ്റ്റാർ ഇട്ടിട്ടില്ല അമ്മായി, എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല കേട്ടോ. പിന്നെ അച്ഛൻ ചെയ്ത് കണ്ടുപരിചയമുള്ള കാരണം അമ്മയും ഞാനും കൂടി അവിടെ നിന്ന് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാന്ന് ഓരോ ഐഡിയ പോലൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ ഇത് കിട്ടോ. ഇനി അഞ്ചേടൻ വന്നു കഴിയുമ്പോൾ അഞ്ചേടൻ ഇതൊന്നും ഇഷ്ടമായില്ലെങ്കിൽ അഞ്ചേടൻ ഇതെല്ലാം മാറ്റി വെക്കും. ഇതെല്ലാം മാറ്റി വെച്ചിട്ട് അഞ്ചേടൻ്റെ ഐഡിയ പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അതായിരിക്കും നടക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ കാഴ്ചകളാണ് കാണുന്നത്. ചേട്ടനെ സഹായിക്കാൻ വേണ്ടിയിട്ട് അനിയൻ രംഗത്തിറങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയൊക്കെയോ കിടന്ന് അതുവഴി വല 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 എന്ന് അവന്റെ ഭാഷയിൽ പറഞ്ഞിട്ട് അതുവഴിയൊക്കെ ഓരോന്ന് ചെയ്ത് നടക്കുന്നുണ്ട് കേട്ടോ. ഇവൻ അവിടെ പിടിക്കുമ്പോൾ ഇവൻ ചെന്ന് അതിന്റെ തെറ്റത്ത് പിടിക്കും. അങ്ങനെ ഓരോ കുറുമ്പായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ സ്റ്റാർ ഇട്ടു, അതിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തു. ഇനി മാല ബൾബ് തൂക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് കുറച്ച് റിസ്ക് ഉള്ള പണിയാണ്. റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ല, ഇവിടെ ഇങ്ങനെ തോരണം പോലെ ആക്കണമല്ലോ എന്ന് ഓർത്തിട്ടാ. അപ്പൊ അപ്പുതാ അതെല്ലാം ചെയ്തോണ്ടിരിക്കുക. 2 ടൈപ്പ് മാല ബൾബ് ഉണ്ട്. എങ്ങനെ ലൂബി മരത്തിലിടാന്ന് കരുതി. അപ്പൊ കുറെ നിറഞ്ഞു നിന്നില്ലെങ്കിൽ ആ ലൈറ്റ് കത്തുമ്പോ അങ്ങിങ്ങ് മാത്രം കത്തിയിട്ടുണ്ടെങ്കിൽ ഒരു ഗുമ്മ് കിട്ടത്തില്ല. അത് കാരണം അത് വേണ്ട, ആ പ്ലാനങ്ങ് നമ്മൾ മാറ്റി വെച്ചു. ഇനിയിപ്പോ ഫ്രണ്ടിൽ ഇങ്ങനെ ആർച്ച് പോലെ ഇങ്ങനെ ആക്കി വെക്കാന്ന് കരുതിയിട്ട് അതിന്റെ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിടയ്ക്ക് അവരെ ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് ഞാൻ പിന്നെ വീഡിയോ എടുക്കും. അമ്മ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ചെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യും. അങ്ങനെയാണ് കേട്ടോ ഇവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പു പറയുന്ന അപ്പുവിന് വേർക്കും, അത് കാരണം വേഗം പണി തീർക്കാന്ന്. വേറൊന്നുമല്ല, ഇവിടെ ഭയങ്കര ചൂടല്ലേ. അപ്പോൾ അവരെ കുറെ സ്ഥലത്ത് ഇവിടെ തൃശ്ശൂർ തന്നെയാണെന്ന് വന്നില്ല, അവരെ ഏരിയയിൽ ഇത്രയും ചൂടില്ലാന്ന് അവൻ പറയുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അഞ്ചേട്ടനുള്ളൊരു പ്രശ്നം ഇത്, എപ്പോഴും ഇങ്ങനെ വേർക്കും. അഞ്ചേട്ടൻ AC ഇട്ടേ അത് കാരണം ഇരിക്കത്തുള്ളൂ കേട്ടോ. എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ സ്റ്റാർ ഇട്ട് ഫൈനലി ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് കണ്ടിട്ട് ഇനി അഞ്ചേട്ടൻ എന്ത് പറയുന്ന അറിയത്തില്ല. കുഴപ്പമില്ല, നമ്മളെ ഐഡിയ പോലെ നമ്മൾ ഫസ്റ്റ് ടൈം ഇങ്ങനെയൊക്കെയല്ലേ ചെയ്ത് പഠിക്കുന്നത്. ഇങ്ങനെയല്ലേ ഓരോ നമ്മളെ ഡെവലപ്പായി വരുന്നതെന്ന് ഓർത്തിട്ട് ഇങ്ങനെ അച്ഛൻ വന്ന് കണ്ടു. അച്ഛൻ കൊള്ളാം എന്ന് പറഞ്ഞു. അച്ഛന് കുഴപ്പമില്ല, കൊള്ളാം, ആരാ ചെയ്തെന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഇത് നമ്മുടെ സ്റ്റാർ ഇടൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ.